ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് അസീസിയിലെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയും 10-ാം വാക്യവും 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുമാണ് ധ്യാനിക്കുന്നത്. സുവിശേഷത്തിൽ യേശുനാഥൻ്റെ അടുക്കലെത്തുന്ന ശിഷ്യന്മാർ അവിടത്തോട് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? അപ്പോൾ അവിടെ നിന്നാകട്ടെ ഒരു ശിശുവിനെ അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അവരോട് പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങൾ മാനസാന്തരപ്പെട്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലെത്തുകയില്ലെന്നാണ്. അപ്പം ഇന്നത്തെ സുവിശേഷത്തിൽ 2-3 കാര്യങ്ങൾ യേശുനാഥൻ പറയുന്നുണ്ട്. 1, ഈ കുഞ്ഞുങ്ങളെപ്പോലെ ആകുക. 2, കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക. 3, ഈ കുഞ്ഞുങ്ങൾ നിസ്സാരരല്ല, അവരെ സംരക്ഷിക്കുന്ന മാലാഖമാർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം ഈ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനമായി യേശുനാഥൻ പറയുന്നത് വലിയവനാകുന്നതിനെ കുറിച്ച് എന്നതിനേക്കാൾ ചെറിയ മനുഷ്യനാകാൻ നിങ്ങൾ പഠിക്കണമെന്നാണ്. ഈ ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദരുടെ പശ്ചാത്തലമൊക്കെ അനുസരിച്ച് അവർ ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വളരെ താഴ്ന്ന രീതിയിലുള്ള മനുഷ്യരായിട്ടാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന ഈ റോമൻ ഗ്രീക്ക് കാലഘട്ടത്തിൽ പോലും ആദ്യ കാലഘട്ടങ്ങളിൽ അവർ ഈ സ്ത്രീകളെ പൗരന്മാരായി കരുതിയിരുന്നില്ല. കുഞ്ഞുങ്ങളെ, ഈ ആൺകുട്ടികളെ പോലും 12 വയസ്സ് വരെ അവർ പൗരന്മാരുടെ ഗണത്തിൽ സ്വീകരിച്ചിരുന്നില്ല. അവർക്ക് വോട്ടവകാശമൊക്കെ ഉണ്ടായിരുന്ന ഗ്രീക്കിൽ പോലും ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും വോട്ടവകാശം ഇല്ലായിരുന്നു. അപ്പോൾ അത്രമാത്രം വളരെ താഴ്ന്ന രീതിയിലാണ് അവരെ കണ്ടിരുന്നത്. ചെറിയ മനുഷ്യരാണ്. അപ്പോൾ ഇവരെ പോലെ ആകാൻ ആർക്കും ഇഷ്ടമല്ല. ഇവരൊക്കെ സമൂഹത്തിൽ തന്നെ വെറുക്കപ്പെട്ടവരും വേണ്ടാത്തവരൊക്കെ ആയിരുന്നു. യേശുനാഥൻ പറയുന്നത് അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ എടുത്ത് നിർത്തിയിട്ടാണ് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ മനസ്സുള്ള മനുഷ്യരായി മാറണമെന്ന്. കുഞ്ഞിൻ്റെ മനസ്സെന്ന് ക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളെപ്പോഴും മാതാപിതാക്കന്മാരോട് ചേർന്നിരിക്കുന്നവരാണ്. അവർക്ക് മാതാപിതാക്കന്മാരുടെ സഹായം ആവശ്യമുണ്ട്. അവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാതെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവർ ജീവിതത്തിൽ ഉയരുന്നത്. ഇതുപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് ചാഞ്ഞു നിൽക്കുന്ന മനുഷ്യരായി മാറണമെന്നാണ്. ഞാൻ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവാശ്രയ ബോധമുള്ള മനുഷ്യരായി മാറണം. എൻ്റെ ചിന്തകൾക്കും എൻ്റെ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്ന മനുഷ്യരാകണമെന്നാണ്. അപ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ വലിയവനാകാനല്ല, ദൈവത്തോട് ചാരി നിൽക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലുള്ള മനുഷ്യരാകാൻ പഠിക്കണമെന്നാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങളീ കരുതുന്ന ഈ എളിയ മനുഷ്യർ, ചെറിയ മനുഷ്യർ, നിങ്ങൾ ഒരിക്കലും ആകാൻ ആഗ്രഹിക്കാത്ത ഈ ചെറിയ മനുഷ്യരൊക്കെ ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്നും അവരെ സംരക്ഷിക്കാൻ മാലാഖമാരുണ്ടെന്നും അവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന് യേശുനാഥൻ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചെറിയവരെന്ന ഒരു ഗണമില്ല എന്ന് പറയുകയാണ്. ഈ ജനം ചെറുതും വലുതുമായി തിരിക്കുന്നത് അവരുടെ സ്ഥാനമാനങ്ങളുടെയും അവർക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ദൈവം അതല്ല, നിർമ്മലമായ ഹൃദയം നോക്കിക്കൊണ്ടാണ് അവിടുത്തെ മനുഷ്യരെ വിലയിരുത്തുന്നത്. അവിടുത്തെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ദൈവാശ്രയ ബോധമുള്ള മനുഷ്യരെ പോലെ ആവുക, ചെറുതെന്ന് പറഞ്ഞ് മനുഷ്യരെ മാറ്റി നിർത്തുന്നവരാകാതെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്നവരാവുക എന്നാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന, തിരുനാൾ ആഘോഷിക്കുന്ന അസീസിയിലെ വിശുദ്ധ ക്ലാര ഫ്രാൻസിസിൻ്റെ പാത പിഞ്ചെന്തുകൊണ്ട് അവൾ പൂർണ്ണമായും തന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റേതായി മാറിയ ഒരു വ്യക്തിയാണ്. ആദ്യമായി സ്ത്രീകളുടെ ഇടയിൽ ഒരു നിയമാവലി എഴുതി തയ്യാറാക്കിയ ഒരു സന്യാസിനി സമൂഹം സ്ഥാപിച്ച വ്യക്തിയാണ് ഈ ക്ലാര. ക്ലാര വലിയ പ്രഭു കുടുംബത്തിലെ ഒരു കുഞ്ഞായിരുന്നു. അവൾ ആ പ്രഭു കുടുംബത്തിൻ്റെ ആഡംബരങ്ങളും അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും അവരുടെ സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, അതായത് സമൂഹത്തിൻ്റെ നിലയിലെ ആ വലിപ്പങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും നിസ്സാരനായ ഫ്രാൻസിസിൻ്റെ ആ പാത പിന്തുടരുന്നുകൊണ്ട് ഏറ്റവും ചെറുതിനെയാണ് അവൾ സ്വീകരിച്ചത്. ഇപ്പോൾ സുവിശേഷം പറയുന്നത് പോലാണ്. അവിടെ അവർ സുവിശേഷത്തിൽ കാണുന്നവർ ആഗ്രഹിച്ചത് ചെറുതുകൾ ഉപേക്ഷിച്ച് വലുതിലേക്ക് പോകാനാണ്. ക്രിസ്തു ആവശ്യപ്പെട്ടത് ചെറുതുകളിലേക്ക് തിരികെ വരാനാണ്. ഇവിടെ അസീസിയിലെ ക്ലാര നമുക്ക് മാതൃകയാക്കുന്നത് അങ്ങനെയാണ്. ക്രിസ്തു പറഞ്ഞതുപോലെ സമ്പത്തും സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവൾ ചെറുതുകളിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ ആ ചെറുതുകളെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ വലിയ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ അസീസിയിലെ ക്ലാര മഠത്തിൽ കയറിയതിന് ശേഷം കുടുംബക്കാർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ പിന്നീട് അവളുടെ സഹോദരി കൂടെ മഠത്തിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവളെ കൊല്ലുവാനായി വലിയ വാളുകളും കമ്പുകളും ഒക്കെയായി ആക്രമിക്കാൻ എത്തിയ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ദിവ്യകാരുണ്യമാകുന്ന ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിലുള്ള ക്രിസ്തുവിനെ എടുത്തുകൊണ്ടാണ് അവൾ ചെറുത്ത് നിന്നത്. അവൾ വാളുകൊണ്ടോ അന്നത്തെ സമൂഹം ആഗ്രഹിച്ചിരുന്ന വലിയ കാര്യങ്ങൾ കൊണ്ടോ അല്ല ചെറുത്തത്. അവൾ നിസാരനായ ക്രിസ്തുവിനെ കൊണ്ടാണ് അവൾ ചെറുത്തത്. പക്ഷേ നിസാരനായ ക്രിസ്തുവിൻ്റെ ആ രൂപത്തിൻ്റെ മഹിമ അവിടെ അവർ ദർശിച്ചു. അവിടെ വന്നവർ സ്തംഭിച്ച് നിന്നു പോവുകയാണ്. അവർക്ക് ശരീരം അനക്കാൻ പറ്റാതെ അവർ നിന്നു പോവുകയാണ്. പിന്നീട് മാപ്പ് ചോദിച്ച് അവർ തിരികെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെറുതുകളുടെ സൗന്ദര്യം. ക്രിസ്തു പറയുന്ന ഏറ്റവും ചെറിയ മനുഷ്യരെ പോലും ദൈവം അത്രമാത്രം കരുതുന്നുണ്ട് എന്ന് സുവിശേഷം ബോധ്യപ്പെടുത്തുകയാണ്.
ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ, ഈ വലിയ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവളെപ്പോലെ ചെറുതുകളെ സ്നേഹിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരെ, കുഷ്ഠരോഗികളെയും ദരിദ്രരെയും ഒക്കെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മുടെ ചെറുതുകളെ, ഈ മനുഷ്യർ നിസ്സാരനെന്ന് കരുതുന്ന മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനാകാനല്ല, ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.